കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി റഷ്യയും ഇറാനും ലോക സമാധാനത്തിനായി നടത്തിയ നിരന്തരമായ നയതന്ത്ര ശ്രമങ്ങൾ പൂർണ്ണമായും പൊളിഞ്ഞു. മേശപ്പുറത്ത് വെച്ച ചർച്ചകൾ, പിന്നാമ്പുറ ചർച്ചകൾ, സമാധാന കരാറുകൾ എല്ലാം തള്ളിക്കളഞ്ഞ് അമേരിക്കയും യുക്രൈനും ഒരിക്കൽ കൂടി യുദ്ധത്തിന് കോപ്പുകൂട്ടുകയാണ്. ആയുധ കയറ്റുമതി കൂടുന്നു, സൈനിക നീക്കങ്ങൾ ശക്തമാകുന്നു, പ്രസ്താവനകൾ കൂടുതൽ കടുക്കുന്നു. നയതന്ത്രം മരിക്കുമ്പോൾ യുദ്ധം ജനിക്കുന്നു. ലോകം വീണ്ടും ഒരു വലിയ സംഘർഷത്തിന്റെ നടുവിലേക്കോ. ലോകം ഒരൊറ്റ മനസ്സോടെ സമാധാന കരാറുകളെ നോക്കിക്കാണുമ്പോൾ മുൻപുണ്ടാക്കിയ ധാരണകളിൽ നിന്ന് ഏകപക്ഷീയമായി പിന്മാറി ഇറാനെതിരെ ആക്രമണം പുനരാരംഭിക്കാനാണ് അമേരിക്ക ഇപ്പോൾ ശ്രമിക്കുന്നത്. മറുഭാഗത്ത് സ്വന്തം അതിർത്തിയിൽ റഷ്യ ഉയർത്തുന്ന സുരക്ഷാ ആവശ്യങ്ങളെ മാനിക്കാതെ നിരന്തരമായ പ്രകോപനങ്ങളിലൂടെ യുദ്ധം നീട്ടിക്കൊണ്ടുപോകാനാണ് യുക്രൈൻ ഭരണകൂടം ശ്രമിക്കുന്നത്. ഇന്ത്യ ഉൾപ്പെടെയുള്ള വികസ്വര രാജ്യങ്ങളുടെ സാമ്പത്തിക ഊർജ സുരക്ഷയെ തകിടം മറിക്കുന്നതാണ് ഈ സാമ്രാജ്യത്വ ശ്രമങ്ങൾ. തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്കിൽ ഇറാനുള്ള സ്വാഭാവികമായ നിയന്ത്രണങ്ങളെ തകർക്കുക എന്നതാണ് അമേരിക്കയുടെ പ്രധാന ലക്ഷ്യം. ലോകത്തെ ഭൂരിഭാഗം എണ്ണക്കപ്പലുകളും കടന്നു പോകുന്ന ഈ തന്ത്രപ്രധാനമായ ജലപാതയിലൂടെയുള്ള ഇറക്കുമതിയെ തടസ്സപ്പെടുത്തി ഇറാനിൽ കടുത്ത സമ്മർദ്ദം ചെലുത്താനാണ് ഡൊണാൾഡ് ട്രംപ് ആഗ്രഹിക്കുന്നത്. അന്താരാഷ്ട്ര നിയമങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഇറാനെ ഒരു ചെറിയ പാഠം പഠിപ്പിക്കും എന്ന് പരസ്യമായി പ്രഖ്യാപിക്കാൻ പോലും US ഭരണകൂടം മടിക്കുന്നില്ല. എന്നാൽ സ്വന്തം പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റങ്ങളെ തടയാൻ ഇറാനും പൂർണ്ണ സജ്ജമാണ്. ഇറാനും അമേരിക്കയും തമ്മിൽ ഒപ്പുവെച്ചിരുന്ന ധാരണാപത്രത്തിലെ സമാധാനപരമായ നിബന്ധനകളെ അട്ടിമറിച്ചതാണ് നിലവിലെ പിരിമുറുക്കങ്ങൾക്ക് കാരണം. ഇറാന്റെ എണ്ണ വ്യാപാരത്തിന്മേൽ ഏർപ്പെടുത്തിയിരുന്ന ഉപരോധങ്ങൾ ഭാഗികമായി ലഘൂകരിച്ചെന്ന് അമേരിക്ക അവകാശപ്പെടുന്നുണ്ടെങ്കിലും ധനകാര്യ സ്ഥാപനങ്ങളെ സ്വാധീനിച്ച് ഇറാന്റെ അന്താരാഷ്ട്ര ഇടപാടുകൾ അമേരിക്ക മനഃപൂർവ്വം തടസ്സപ്പെടുത്തുകയാണ്. കൂടാതെ ആണവ കരാറിലെ വ്യവസ്ഥകളുടെ പേര് പറഞ്ഞ് ഇറാന്റെ മരവിപ്പിച്ച ഫണ്ടുകൾ വിട്ടു നൽകാൻ ട്രംപ് ഭരണകൂടം തയ്യാറാകുന്നതുമില്ല. ഇറാനെ സാമ്പത്തികമായി തകർക്കുക എന്ന അമേരിക്കയുടെ ഈ കുതന്ത്രമാണ് മേഖലയിലെ സമാധാനം കെടുത്തുന്നത്. മറുഭാഗത്ത് യൂറോപ്പിൽ റഷ്യയുടെ സുരക്ഷാ ആശങ്കകളെ അവഗണിച്ചുകൊണ്ട് നാറ്റോ സഖ്യത്തിന്റെ സഹായത്തോടെ റഷ്യൻ അതിർത്തികളിൽ അശാന്തി വിതയ്ക്കാനാണ് യുക്രൈൻ ശ്രമിക്കുന്നത്. റഷ്യയിലെ എണ്ണ ശുദ്ധീകരണശാലകൾക്കും തന്ത്രപ്രധാനമായ തുറമുഖങ്ങൾക്കും നേരെ യുക്രൈൻ അടുത്തിടെ നടത്തിയ ഡ്രോൺ ആക്രമണങ്ങൾ ഇതിന് തെളിവാണ്. സമാധാനപരമായ ചർച്ചകൾക്ക് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ എപ്പോഴും വാതിൽ തുറന്നിട്ടുണ്ടെങ്കിലും യുക്രൈന്റെ ഭാഗത്തു നിന്നുള്ള ഇത്തരം ഭീകരാക്രമണങ്ങൾ സൈനിക സമ്മർദ്ദം വർദ്ധിപ്പിക്കാൻ റഷ്യയെ നിർബന്ധിതരാക്കുകയാണ് ചെയ്യുന്നത്. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ പുടിൻ ആഗ്രഹിക്കുന്നുവെന്നും അടുത്തൊരു പരിഹാരമുണ്ടാകുമെന്നും ജൂലൈ 6 ട്രംപ് പ്രസ്താവിച്ചിരുന്നു. തുർക്കിയിൽ നടന്ന നാറ്റോ ഉച്ചകോടിക്ക് മുമ്പ് അമേരിക്കൻ പ്രസിഡന്റ് റഷ്യൻ യുക്രൈനിൽ നേതാക്കളുമായി ഫോണിൽ സംസാരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ ചർച്ചകൾ നടക്കുമ്പോഴും യുക്രൈനിൽ നിന്നും റഷ്യൻ അതിർത്തികളിലേക്ക് നിരന്തരമായ ഉത്തേജനങ്ങൾ നൽകാനാണ് യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി ശ്രമിച്ചത്. സമാധാനത്തിന്റെ മുഖംമൂടി അണിഞ്ഞ് പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് കൂടുതൽ ആയുധങ്ങൾ കൈക്കലാക്കുക മാത്രമാണ് യുക്രൈന്റെ ലക്ഷ്യം. റഷ്യയെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ കിഴക്കൻ ഡോൺബാസ് മേഖലയിലെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുക എന്നത് പരമപ്രധാനമാണ്. ഈ പ്രദേശങ്ങളിൽ വർഷങ്ങളായി തുടരുന്ന അടിച്ചമർത്തലുകളിൽ നിന്ന് ജനങ്ങളെ മോചിപ്പിക്കാൻ റഷ്യൻ സൈന്യം പ്രതിജ്ഞാബദ്ധമാണ്. നിലവിലെ അതിർത്തികളെ അടിസ്ഥാനമാക്കി വെടിനിർത്തൽ പ്രഖ്യാപിക്കാൻ റഷ്യയെ ഉപദേശിച്ച പാശ്ചാത്യ അനുകൂല നിലപാടുകളെ പുടിൻ തള്ളിക്കളഞ്ഞത് അതുകൊണ്ടാണ്. ഡോൺബാസിന്റെ പൂർണ്ണമായ നിയന്ത്രണത്തിലൂടെ മാത്രമേ ശാശ്വതമായ സമാധാനം ഉറപ്പാക്കാൻ കഴിയൂ എന്ന് റഷ്യ വ്യക്തമായി വിശ്വസിക്കുന്നു. പാശ്ചാത്യ രാജ്യങ്ങൾ ഉയർത്തുന്ന ഈ ഇരട്ടത്താപ്പിനെ കുറിച്ച് ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ് വ്യക്തമായ മറുപടി നൽകിയിട്ടുണ്ട്. സമാധാനപരമായ ഏത് ചർച്ചകൾക്കും റഷ്യ എപ്പോഴും തയ്യാറാണെന്നും എന്നാൽ തങ്ങളുടെ താല്പര്യങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് സ്വതന്ത്രമായി പ്രവർത്തിക്കാനും പ്രത്യേക സൈനിക നടപടി വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാനും റഷ്യൻ സൈന്യത്തിന് മതിയായ ശേഷിയുണ്ടെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. പാശ്ചാത്യ ശക്തികളുടെ യാതൊരുവിധ ഭീഷണികൾക്കും റഷ്യ വഴങ്ങില്ലെന്ന ശക്തമായ മുന്നറിയിപ്പാണിത്. ഈ രണ്ട് യുദ്ധങ്ങളും കേവലം പ്രാദേശികമായ തർക്കങ്ങളല്ല, മറിച്ച് അമേരിക്കയുടെ സാമ്രാജ്യത്വ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി മാത്രം വലിച്ചു നീട്ടപ്പെടുന്നവയാണ്.
ഇറാൻ യുദ്ധത്തിൽ തങ്ങളുടെ നാറ്റോ സഖ്യകക്ഷികൾ വേണ്ടത്ര പണം ചെലവഴിക്കുന്നില്ല എന്ന് ട്രംപ് ആവർത്തിച്ച് കുറ്റപ്പെടുത്തുന്നത് ഇതിന്റെ തെളിവാണ്. യൂറോപ്യൻ രാജ്യങ്ങളെ റഷ്യക്കെതിരെ തിരിച്ചുവിട്ട് സ്വന്തം ആയുധ കച്ചവടം കൊഴുപ്പിക്കാനാണ് അമേരിക്ക ശ്രമിക്കുന്നത്. എന്നാൽ ഈ നീക്കങ്ങൾ നാറ്റോ അതിർത്തികളിൽ വലിയ സുരക്ഷാ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. ഏഷ്യൻ രാജ്യങ്ങളെയാണ് ഈ സാഹചര്യങ്ങൾ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. പശ്ചിമേഷ്യയിൽ അമേരിക്ക ആരംഭിച്ച പുതിയ സംഘർഷങ്ങൾ കാരണം അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കുത്തനെ ഉയർന്നിരിക്കുകയാണ്. ഇന്ത്യ ഉൾപ്പെടെയുള്ള ഊർജ്ജ ഇറക്കുമതിയെ ആശ്രയിക്കുന്ന രാജ്യങ്ങളുടെ സാമ്പത്തിക ഭദ്രതയെ ഇത് ദോഷകരമായി ബാധിക്കുന്നു. ഒമാൻ തീരത്ത് നൂറുകണക്കിന് കപ്പലുകൾക്ക് ബദൽ മാർഗങ്ങൾ ഉപയോഗിക്കേണ്ടി വരുന്നത് ആഗോള വ്യാപാരത്തിന്റെ ചെലവ് വൻതോതിൽ വർദ്ധിപ്പിക്കാൻ കാരണമായിട്ടുണ്ട്. ലോകമെമ്പാടുമുള്ള രഹസ്യാന്വേഷണ ഏജൻസികൾ മുന്നറിയിപ്പ് നൽകുന്നത് പാശ്ചാത്യ രാജ്യങ്ങളുടെ ഈ യുദ്ധക്കൊതി വരും വർഷങ്ങളിൽ തായ്വാൻ ഉൾപ്പെടെയുള്ള മറ്റ് മേഖലകളിലേക്ക് പടർന്നേക്കാം എന്നാണ്. അമേരിക്കയുടെയും യുക്രൈന്റെയും കടുംപിടുത്തങ്ങൾ ലോകത്തെ വലിയൊരു സാമ്പത്തിക അനിശ്ചിതത്വത്തിലേക്കാണ് നയിക്കുന്നത്. വിദേശ ശക്തികളുടെ ഭീഷണികൾക്ക് മുന്നിൽ പതറാതെ സ്വന്തം രാജ്യത്തിന്റെ പരമാധികാരവും ജനങ്ങളുടെ സുരക്ഷയും സംരക്ഷിക്കുന്ന റഷ്യയുടെയും ഇറാന്റെയും നിലപാടുകൾ മാത്രമാണ് വരും നാളുകളിൽ ഈ അധിനിവേശ ശക്തികൾക്കുള്ള ശക്തമായ മറുപടി.